ഏതൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോഴും അതിന്റെ വില ഫിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന്റെ ഉൽപാദന ചെലവുകൾ മുഴുവനും കവർ ചെയ്യുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. ആ ബ്രേക്ക് ഈവൻ പോയിന്റിൽ വില നിശ്ചയിച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാൻ ഒക്കുമോ? ഇല്ല. എന്താ കാരണം? ഉൽപാദന ചെലവ് മാത്രമേ തിരിച്ചു കിട്ടുന്നുള്ളൂ, ഒരു ലാഭവും കിട്ടുന്നില്ല. അപ്പൊ ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യവസായി, ഒരു ഉൽപാദകൻ ആ പ്രക്രിയയിൽ തുടരുകയുള്ളൂ. അതിനെന്താണ് സാമ്പത്തിക ശാസ്ത്രം അനുവദിക്കുന്നത്? ഈ ബ്രേക്ക് ഈവൻ പ്രൈസിന്റെ ഉപരി ഒരു 30% വരെയൊക്കെ വില വർദ്ധിപ്പിക്കാം. അപ്പൊ യഥാർത്ഥ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും ഒരു 30% മാക്സിമം വില വർദ്ധിപ്പിച്ച അത് ആ 30% എന്ന് പറഞ്ഞാൽ അയാളുടെ പോക്കറ്റിലേക്ക് വരേണ്ട ലാഭമാണ്. അത്രയും തരത്തില് വില വർദ്ധിക്കുവാൻ അനുവദിക്കുന്നു സാമ്പത്തിക ശാസ്ത്രം. അങ്ങനെ അനുവദിക്കുന്ന വില, ആ വിലയ്ക്ക് ഫിക്സ് ചെയ്ത ഉൽപ്പന്നമാണോ നിങ്ങളുടെ മുൻപിൽ 75% വിലക്കിഴിവിൽ തരുന്നു, 25 മുതൽ 50% വരെ വിലക്കിഴിവിൽ തരുന്നു, ഓക്കെ, അങ്ങനെ വിലക്കിഴിവിൽ തരുന്നു എന്ന് വെച്ചോളൂ. എങ്കിൽ തന്നെയും 25 കോടിയുടെ ബമ്പർ സമ്മാനം ലോട്ടറി എങ്ങനെ നടത്തും? എങ്ങനെ ഈ സെലിബ്രിറ്റിക്ക് കോടികൾ സമ്മാനമായിട്ട് കൊടുക്കും? എങ്ങനെ ഈ പറയപ്പെട്ട അതായത് കസർത്തുകൾ, അതായത് ഈ എല്ലാ തരത്തിലുള്ള ആഘോഷ പരിപാടികളും നടത്തി ഈ ഉൽപ്പന്നത്തിന്റെ വിപണന മേള നടത്തും? ഇതിനൊക്കെ എത്രയോ കൂടുതൽ പണം ചെലവുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ വ്യാപാരി വ്യവസായികൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ തള്ളലാണ്, ഒക്കെ ശുദ്ധ കള്ളത്തരങ്ങളാണ്.